നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ചതിയിൽ വഞ്ചന പാടില്ലെന്ന ചേകവന്മാരുടെ കാലം മുതലുള്ള പ്രമാണമാണെങ്കിലും CPM-ലെ ചതിയന്മാരുടെ കൂട്ടത്തിൽ വഞ്ചകരുമുണ്ട്. പരസ്പരം ചതിച്ചും ഒറ്റയും കൊണ്ടും കൊടുത്തും കാലുവാരിയും മുന്നോട്ടു പോകുന്നതിനിടെ ഇടിവെട്ട് പോലെ ചിലത് സംഭവിക്കും. അങ്ങനെ വന്നത് കരുവന്നൂരിലെ ED അന്വേഷണമാണ്. വായ്പാ തട്ടിപ്പ് നടത്തിയ ശേഷം ബഡാ നേതാക്കന്മാർ ചോട്ടാ നേതാക്കന്മാരെ ബലിയാടാക്കിയപ്പോൾ അവരിൽ ചിലർക്ക് സഹിച്ചില്ല. അങ്ങനെ അവർ ചതിയിൽ വഞ്ചന കാട്ടാൻ തുടങ്ങി. നേതാക്കളുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നത് എങ്കിലും അതിന് ചുക്കാൻ പിടിച്ച PK ബിജുവിനെ പാർട്ടി അന്വേഷണ കമ്മീഷൻ അംഗമായി. മീശ മാധവനിലെ ഇന്ദ്രജിത്തിന്റെ പോലീസ് കഥാപാത്രം കള്ളനായിരുന്നല്ലോ. അതേ റോളാണ് കരുവന്നൂരിൽ ബിജുവിന് ലഭിച്ചത്. അദ്ദേഹം അത് നന്നായി തന്നെ അഭിനയിച്ചു. ക്രൈംബ്രാഞ്ചിനെ പിടികൂടാനായെങ്കിലും ED വന്നതോടെ ബിജു പെട്ടു. ബിജുവും സംഘവും പാർട്ടിക്ക് വേണ്ടി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സഖാക്കൾ തന്നെ EDക്ക് ചോർത്തി നൽകി. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ രേഖ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം. ഇരുമ്പുമറ പോലെ പാർട്ടി സംവിധാനത്തെ കൊണ്ടു നടക്കുന്ന CPM-ന്റെ നെഞ്ചത്ത് ഇതുപോലെ ഒരു കുത്താരും കുത്തിയിട്ടേയില്ല. 31 പേജുള്ള ഇതിന്റെ പൂർണ്ണ രൂപം EDക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടിക്ക് കിട്ടിയ വിവരം. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് PK ബിജുവിനെയും MM വർഗീസിനെയും PK ഷാജനെയും ചോദ്യം ചെയ്യുന്നത്. അന്വേഷണ റിപ്പോർട്ട് ഇല്ല എന്ന് പറയാനുള്ള പാർട്ടി നേതൃത്വം ഇവർക്ക് നിർദ്ദേശം നൽകി എന്നാണ് അറിയുന്നത്. അത് EDയുടെ കൈവശം ലഭിച്ചതോടെ പ്രതിരോധം പാളിപ്പോയി. നിരപരാധികളായ കുറച്ച് സഖാക്കളുടെ ജീവിതമാണ് തട്ടിപ്പിലൂടെ കുട്ടിച്ചോറായത്. അവരിൽ ചിലരുടെയൊക്കെ സ്വത്ത് കണ്ടെത്തണമെന്ന നിർദ്ദേശം ഉണ്ടായെങ്കിലും ഹൈക്കോടതി തടഞ്ഞത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാങ്കിലെ കള്ളക്കളി പുറത്തായപ്പോൾ തന്നെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകി പ്രശ്നം രഹസ്യമായും രമ്യമായും പരിഹരിക്കേണ്ടതായി പകരം ചിലർ ഓവർ സ്മാർട്ട് ആവുകയും ചെയ്തു. അധികാരത്തിലിരിക്കുന്ന തങ്ങളെ ഒരു ചുക്കം ചെയ്യാനാകില്ലെന്നായിരുന്നു ഇക്കൂട്ടരുടെ ധാരണ. MLA AC മൊയ്തീൻ അടക്കം അങ്ങനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ 6 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് 40 ലക്ഷം രൂപയാണ് ED പിടിച്ചെടുത്തത്. ഇതിന്റെ സോഴ്സ് ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിക്കും മുൻപ് ED സ്വന്തം വീട്ടിൽ പരിശോധനയ്ക്ക് വരുമെന്ന മൊയ്തീൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലോ പാർട്ടി അന്വേഷണത്തിലോ മൊയ്തീന്റെ പേര് പരാമർശിച്ചിട്ടേ ഇല്ലായിരുന്നു. തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജനുമായിരുന്നു പാർട്ടി അന്വേഷണ സമിതി അംഗങ്ങൾ. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയെന്നും ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായെന്നും ഇരുവരും കണ്ടെത്തി. 2021 മെയ്യിൽ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം റിപ്പോർട്ട് ചർച്ച ചെയ്തിരുന്നു. 10 അംഗങ്ങൾക്കൊപ്പം പകർപ്പും നൽകി. മറ്റാർക്കും കൊടുത്തതേയില്ല. പിന്നീട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി യോഗത്തിൽ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും പകർപ്പ് നൽകി. മറ്റ് ഏരിയ കമ്മിറ്റികളിൽ ഉള്ളടക്കം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാന കമ്മിറ്റിക്കും റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഇതുകൊണ്ട് എവിടെ നിന്നാണ് ഒറ്റുണ്ടായത് എന്ന് അറിയാതെ CPM വട്ടം കറങ്ങുകയാണ്. അതീവ രഹസ്യമായി സൂക്ഷിച്ച റിപ്പോർട്ട് എങ്ങനെ EDക്ക് ലഭിച്ചു എന്നത് നേതൃത്വത്തെ കുഴപ്പിക്കുന്നു. റിപ്പോർട്ട് ഉണ്ട് എന്ന കാര്യം തൽക്കാലം നിഷേധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്നാൽ പാർട്ടി പത്രത്തിലും പത്രക്കുറിപ്പിലും കരുവന്നൂർ ബാങ്ക് അഴിമതിയുടെ പേരിൽ നടപടി എടുത്തതായി പറയുന്നുണ്ട്. മാത്രമല്ല റിപ്പോർട്ട് ഉള്ളതായി PK ഷാജൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും തിരിച്ചടികളുടെ തൃശൂർ പൂരമാണ് CPM-ൽ നടക്കുന്നത്.